ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ചട്നിയാണ്. തേങ്ങാപ്പീര കൊണ്ടിട്ടല്ല കേട്ടോ നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത്, പച്ച കപ്പലണ്ടി. ഒരു കപ്പ് കപ്പലണ്ടി ഞാൻ ഒരു 5 മിനിറ്റോളം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റുവാണ്. അപ്പോൾ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ കപ്പലണ്ടിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ മാറ്റാൻ. അതിന് ശേഷം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുന്നുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊരു 8 അല്ലെങ്കിൽ 9 ചുമന്നുള്ളി, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ 3 വറ്റൽമുളക്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം നമ്മൾ വാളംപുളിയും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുത്താലും മതിയാകും. അതിനുശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളിതൊരു മിക്സഡ് ജാറിലോട്ടേക്ക് പകർത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറുത്ത കപ്പലണ്ടിയും കൂടി അതിലോട്ടേക്ക് നമുക്ക് പകർത്താം. അതിനുശേഷം ഒന്ന് ചതച്ചെടുക്കണം. അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ ഒത്തിരി അങ്ങ് അരച്ചെടുക്കരുത്, ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കാനേ പാടുള്ളൂ. നമുക്ക് ചട്നിക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ട് ഫൈൻ പോലെ നമ്മൾ പേസ്റ്റ് ആക്കരുത്. നമ്മളൊന്ന് ഇത്തിരി നമ്മൾ തരിതരിപ്പോടെ ഒന്ന് അരച്ചെടുക്കാനേ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഇപ്പം തന്നെ ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇത് നമ്മൾ പ്രത്യേകം ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ഒരു മിശ്രിതം ചൂടാക്കരുത്. എങ്കിൽ നമ്മളുടെ കപ്പലണ്ടിയുടെ ഒക്കെ ഒരു നല്ലൊരു സ്വാദ് നമുക്ക് കിട്ടത്തില്ല, വേറെ സ്വാദ് നമുക്ക് കയറി വരും. അതുകൊണ്ടിട്ട് നമ്മളിത് ചൂടാക്കരുത്. അതിനുശേഷം നമ്മൾ വറവെടുക്കണം. പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നമ്മൾ ചൂടാക്കിയതിന് ശേഷം മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മിശ്രിതത്തിലോട്ടേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രുചികരമായ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നല്ല ചൂട് മൊരിഞ്ഞ ദോശയുടെ കൂടെയോ അല്ലെങ്കിൽ നല്ല ചൂട് ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കുഴിച്ച് കൂട്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.